ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കേണ്ട കാണിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ സബോള കട്ട് ചെയ്തു. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു. അത് നല്ലപോലെ വെറ്റാക്കി കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആൻഡ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തു. ആ ചിക്കൻ നല്ലപോലെ എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ അത് മിക്സ് ചെയ്ത് പിടിപ്പിച്ചു. പിന്നെ നമ്മൾ തീ കത്തിച്ചു. അതിലേക്ക് ഉരുളി വെച്ചു. എൻ്റെ മാമനാണ് ഉണ്ടാക്കുന്നത്. മാമൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്. പിന്നെ എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ് ആ എണ്ണയിലേക്ക് ഇട്ട് നല്ലപോലെ അത് സോഫ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ നല്ല മുന്തിരി അതിലേക്കൊരു ലൈറ്റ് ബ്രൗൺ ആവണ വരെ അത് ഇട്ട് നല്ലപോലെ സോഫ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ സബോള ഇട്ട് ആവശ്യത്തിന് സബോള ഇട്ട് അത് നല്ലപോലെ ലൈറ്റ് ബ്രൗൺ ആവണ വരെ വഴറ്റി അതോടെ ഇട്ട് ഇങ്ങോട്ട് എല്ലാം കോരി മാറ്റിയിട്ട് ഒരു പാത്രത്തേക്ക് ഇട്ടു. ഇങ്ങോട്ട് നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ആ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ വെച്ച ചിക്കൻ, അതിൽ നാരങ്ങ നീര് ഞങ്ങൾ പിഴിയാൻ മറന്നുപോയി. അപ്പോൾ നാരങ്ങ നീര് ഞങ്ങൾ പിഴിഞ്ഞു. ഇങ്ങോട്ട് അതൊന്നുകൂടി മിക്സ് ചെയ്തിട്ട് ആ ചിക്കൻ ആ എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് അതൊന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കോരിയെടുത്തു. ഓക്കെ, അതിന് ശേഷം നമ്മൾ ആ ചിക്കൻ കോരിയ പാത്രത്തിലേക്ക് കുറച്ചും കൂടി സബോള ഇട്ട് നമ്മുടെ ഗ്രേവിക്കുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുക കേട്ടോ. അതുപോലെ ആ ഉരുളിയിലിട്ടത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് തക്കാളി ഇട്ടു. പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി ആവശ്യത്തിന്, പിന്നെ നമ്മൾ ഗരം മസാല ഒക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തു. പിന്നെ നമ്മൾ പ്രത്യേകം ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പച്ചമുളക് അരിഞ്ഞിട്ടുള്ളൊരു പേസ്റ്റും കൂടി ഇട്ടിട്ട് അതിലേക്ക് ചേർത്ത് തീർന്നു. പിന്നെ ആവശ്യത്തിന് മല്ലിയില, പുതിനയില ചേർത്ത് പിടിപ്പിച്ചു. പിന്നെ നമ്മൾ അരി എടുത്തു. അരി എടുത്തിട്ട് അതിൽ വെള്ളത്തിലിട്ടു. വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യും പിന്നെ നമ്മുടെ വെള്ളം ഇത് സ്പൈസസും ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ച വെള്ളത്തിലേക്ക് അരി ഇട്ടു. അത് അരി ഒരു ഹാഫ് വേവാണ് വരെ നമ്മൾ വേവിച്ചു, ഫുള്ളായിട്ട് വേവിച്ചു ശരിക്കും പറയാന്ന് വെച്ചാൽ. ഇവിടെ നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ചിക്കൻ ഫുള്ളായിട്ട് നിറച്ചു. എന്നിട്ട് അടിയിൽ നല്ലപോലെ തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിത് എന്താ ചെയ്യുന്നത്, ഫുൾ ചിക്കൻ നിറച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഫുള്ളായിട്ട് റൈസ് വയ്ക്കും. നമ്മൾ ലെയറായിട്ടല്ല ചെയ്യുന്നത്. ഇങ്ങോട്ട് നമ്മൾ ഫുള്ള് ചിക്കൻ ഇട്ടു. അതിലേക്ക് പിന്നെ ഫുള്ള് റൈസ് ഇട്ടു. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നല്ല 6 kg നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൂട്ടാം. ഫുള്ളായിട്ട് നമ്മൾ 6 kg നെയ്യ് ഒഴിച്ചു ആ ബിരിയാണിയുടെ മുകളിലേക്ക്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നല്ല നമ്മുടെ പുതിനയിലയും മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് കൂടിയിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വേത്തേറി അടിപൊളിയായിട്ട്. എന്നിട്ട് നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് നൈസായിട്ട് നമ്മുടെ ടോപ്പ് എടുത്തിട്ട് അതിൽ മൂടി അടിപൊളിയായിട്ട് ദം വെച്ചു നമ്മൾ. എന്നിട്ട് കുറച്ച് നേരം ഒരു 10-30 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തു. ഏകദേശം ഒരു 30 മിനിറ്റ്. അത് എത്രയും കൂടുതലാണെന്ന് വെച്ചാൽ അത്രയും നല്ല ടേസ്റ്റാണ്. ഇങ്ങോട്ട് അത് നമ്മൾ തുറന്നെടുത്തു. അപ്പോൾ നല്ലൊരു അങ്ങോട്ട് വീണ്ടും നമ്മുടെ നേരത്തെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ നമ്മുടെ സബോളയും കിസ്മിസും ഒക്കെ ഇട്ടിട്ട് എന്നിട്ട് നമ്മളത് മാറ്റി വേറെ പാത്രത്തിലേക്ക് മാറ്റി നമ്മളെല്ലാം വെച്ചു. നല്ലപോലെ അത് സെർവ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല മസാലയും പിന്നെ നമ്മുടെ സലാഡ് ഇതൊക്കെ കൂടിയിട്ട് പിടിച്ചു. നല്ല ഒരു ബിരിയാണിയായിരുന്നു. മാമൻ്റെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ബിരിയാണിയായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി നല്ല പോലെ മിക്സ് ചെയ്ത് ചിക്കൻ ഇതൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാൻ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.